ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമൃത. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കേക്കാണ്. ഒരു മാംഗോ കേക്കാണ്. എന്തായാലും എല്ലാവരുടെയും വീട്ടിലെ മാങ്ങ ഒക്കെ ഇപ്പോൾ തീരാറായി കാണും. പിന്നെ അത് മാത്രമല്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും മാംഗോ ജ്യൂസ് കുടിച്ച് മടുത്ത് കാണും. അതുകൊണ്ട് നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഒരു സൂപ്പർ സ്പഞ്ചി മാംഗോ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ മാംഗോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് മാംഗോ വേണം. ഇത് 2 മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അങ്ങനെ 1 കപ്പ് മാംഗോ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി വേണം. പിന്നെ വേണ്ടത് പഞ്ചസാര, ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൽ, ഒരു 1/2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു മാംഗോ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അടിച്ച പേസ്റ്റിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മാംഗോയുടെ പേസ്റ്റ് ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം മാങ്ങയ്ക്ക് തന്നെ നല്ലൊരു മഞ്ഞ നിറം ഉണ്ടായിരുന്നു. ഇനി കളർ കുറവായിട്ട് തോന്നുന്നവർക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കുകയാണ്. അതായത് എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഗോതമ്പ് പൊടി. ആ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ കേക്കിനെ സ്പഞ്ചി ആക്കുന്ന ഐറ്റം ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പാലൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചി ആവാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറയാം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഗോതമ്പ് പൊടിയൊക്കെ ഇല്ലേ, അത് നന്നായിട്ടൊന്ന് ഇടച്ചിലിനകത്തൊന്ന് ഇടഞ്ഞിട്ട് കൊടുക്കുക. നല്ല സ്പഞ്ചി ആയിരിക്കും. നമ്മുടെ ബാറ്റർ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഓവൻ ഇല്ലാതെ എങ്ങനെ കേക്ക് ആക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ എടുക്കുക. അതിൻ്റെ വിസിൽ ഊരണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള കാണുന്നുണ്ടോ, അതാണ് വാഷർ. അത് നമ്മൾ മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുക്കറിനകത്തേക്ക്. ഇനി ഉപ്പിന് പകരം നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടുള്ള മണ്ണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇഡ്ഡലിക്കുട്ടകത്തിലും ചെയ്യാം. അതിന് ആ ഒരു നമ്മൾ ബാറ്ററി വെച്ചതിന് ശേഷം അതൊന്ന് അടച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വെള്ളം മേളിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി നമ്മളൊരു പാത്രം, എന്തെങ്കിലും ഒരു ബേസ്, നമ്മുടെ ആ ഒരു കേക്ക് വെക്കുന്ന പാത്രം ആ ഒരു കുക്കറിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കുക. ആ സമയം വെറുതെ കളയണ്ട. നമുക്ക് ആ കേക്ക് ഒഴിച്ചു വെക്കാനുള്ള പാത്രം ഒന്ന് വെണ്ണയോ നെയ്യോ ഇട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയൂടെ ഒന്ന് വിതറി കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് കേക്ക് ഇളകി വരും. നമ്മൾ ഈ ബാറ്റർ ഒരു 10 മിനിറ്റ് ഒന്ന് അനക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ബാറ്റർ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് എയർ ബബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് അതേപോലെ തന്നെ ആ കുക്കർ തുറന്നിട്ട് നേരത്തെ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിൻ്റെ പുറത്തേക്ക് വെക്കുകയാണ്. സൂക്ഷിച്ച് വെക്കണം, കൈ പൊള്ളിയൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മതി. 30 മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പതുക്കെ കുക്കർ തുറന്ന് നോക്കുകയാണ് വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടിട്ട് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടൂത്ത് പിക്ക് എടുക്കുക. ഇതിലേക്ക് ഒന്ന് കുത്തി നോക്കുക. കുത്തുമ്പം നമ്മൾ കുത്തിയിട്ടെടുക്കുമ്പം അതിനകത്ത് ഈ കേക്കിൻ്റെ എന്തെങ്കിലും പറ്റിയിരിപ്പുണ്ടോ എന്ന് നോക്കുക. മാവൊന്നും പറ്റിയിട്ടില്ല, അപ്പോൾ വെന്തിട്ടുണ്ട്. ഈ കുക്കറിൽ നിന്ന് നമ്മുടെ കേക്ക് വെളിയിലേക്ക് എടുക്കാം. എടുത്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് തട്ടിയിടുക. നമ്മുടെ മാംഗോ കേക്ക് റെഡി.
അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്പഞ്ചി മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തി മാംഗോ കേക്ക് എന്ന് വേണമെങ്കിലും പറയാം, കാരണം നമ്മൾ മൈദാമാവല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഗോതമ്പ് പൊടിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റാണ് ആൻഡ് ഹെൽത്തി ഓൾസോ.